ഉപ്പാനെ വില വെക്കാത്ത കാലം ഉണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനിലും ഹദീസിലും ഉമ്മാനെ കുറിച്ച് കൂടുതൽ പറഞ്ഞത് ഉപ്പാനെ സ്നേഹിക്കണ്ട എന്നതുകൊണ്ടല്ല. പിന്നെ ഉപ്പ അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. രാവിലെ പാവം പോകുന്നു, രാത്രി വരുന്നു. കഴിഞ്ഞ ജൂൺ 5 പോയി, ഇനി 1.5 കൊല്ലം കഴിഞ്ഞ് സൗദിയിൽ നിന്ന് തിരിച്ചു വരുള്ളൂ. പാവം ഭാര്യയിലെ മക്കളിലെ കുടുംബം എപ്പോഴൊക്കെ നട്ടപ്പതിലൊക്കെ ഒരു വീഡിയോ കോളും പോട്ടിവിലൊക്കെ ചെയ്തു. ഇതൊരു കഷ്ടമാണ് പാവം. ഈ അധ്വാനിക്ക് നമ്മൾ കാണുന്നുണ്ട്. മാർക്കറ്റിൽ പോയിട്ടും അല്ലെങ്കിൽ കണ്ടെയ്നർ ബോക്സിൽ ബിരിയാണി വിറ്റിട്ടും റോഡ് സൈഡിൽ വെയിലത്ത് നിന്നിട്ട് മാസ്ക് വിറ്റിട്ടൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉപ്പാന്റെ ഉമ്മ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എന്ന് പറഞ്ഞ ഗർഭകാലം, ഗർഭം ധരിച്ച കാലം, പ്രസവിച്ചത്, മുലയൂട്ടിയത്, ഇത് കാണാത്ത കാലം, ഓർമ്മയില്ലാത്ത കാലം. അതുകൊണ്ടാണ് ഉമ്മുക്ക ഗർഭകാലം, ഉമ്മുക്ക പ്രസവിച്ചത്, ഉമ്മുക്ക മുലയൂട്ടിയത്. അതങ്ങനെ 3 വട്ടം ഉമ്മ എന്ന് പറയണത്. അല്ലാതെ ഉമ്മാനെ മാത്രം സ്നേഹിച്ചിട്ട് ഉപ്പാനെ സ്നേഹിക്കണ്ട എന്നുകൊണ്ടല്ല. ഉമ്മ അധ്വാനിച്ചത് നീ പലപ്പോഴും കാണാത്തോണ്ടാണ് ഹദീസിൽ കൂടുതൽ ഉമ്മനെ ഉപ്പയെ പറയുന്നതിനേക്കാൾ പറഞ്ഞത് എന്ന് തഫ്സീർ ഷാറാവിയിൽ കാണാം. പലപ്പോഴും ഉമ്മനോട് വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഉപ്പിങ്ങനെ ആഗ്രഹിക്കും ഒരു വട്ടെങ്കിലും അവൻ എന്നോട് പറഞ്ഞൂടെ. പെണ്ണിനെ കണ്ട വിവരം ഉപ്പനോട് പറയൂല. ഇനി ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ചാൽ ഉപ്പയാണ് ഫോൺ എടുത്തെങ്കിൽ ഹലോ ഒന്നും മക്കളും ഈ ഉപ്പാക്ക് എത്ര വിഷമം അതിലുണ്ടാവും നിങ്ങൾ കേൾക്കണം. ഒരു മഹാൻ ഉപ്പനെ കൂട്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഓവ് ചാലത്തി. ഈ മഹാൻ ആരോഗ്യമുള്ളതുകൊണ്ട് ഒന്ന് ജമ്പ് ചെയ്താൽ അപ്പുറത്തേക്ക് എത്തും. ഉപ്പ പ്രായമുള്ളതുകൊണ്ട് അപ്പുറത്തേക്ക് എത്തൂല. അതിന് ഈ മഹാൻ എന്താ ചെയ്യുന്നത്? അവിടെ കമഴ്ന്ന് കടന്നു പാലം പോലെ. എന്നിട്ട് പറഞ്ഞാൽ എന്റെ പുറത്തേക്ക് കൂടി കയറിയിട്ട് അപ്പുറത്തേക്ക് എത്തിക്കൊള്ളി. ഉപ്പക്ക് ഹിദ്മത്ത് എടുക്കുന്ന മഹാന്മാരെ ഈ പറയണത്.